സർവശക്തനായ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ മഹിമകളെ വെടിഞ്ഞ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവദാസിദാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ അഭിവാദനങ്ങൾ, വന്ദനങ്ങൾ. ഇതിനുശേഷം ഞങ്ങളെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർക്കും വന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ അറിയുന്നത് പോലെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താണ്. അവിടെ പരിമിതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ സദയം ക്ഷമിച്ചാലും. ഞാൻ ഇരിക്കുന്നതും ചമ്രം പടഞ്ഞൊക്കെ ഇരിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ അല്പം ഒന്ന് അനങ്ങയോ തിരിയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ ചിലപ്പം ഷേപ്പും ഒക്കെ മാറിയെന്നിരിക്കും. ഇവിടെ കറണ്ട് കട്ടുണ്ട്. 5-6 പ്രാവശ്യത്തിന് മുമ്പ് പോയി. ഇനിയും പോകാതിരിക്കട്ടെ എന്ന് കർത്താവിൽ ആശിക്കുന്നു. അഥവാ പോയാലും ശബ്ദം കേൾക്കാം. വൈഫൈ അല്ലാത്തത് കൊണ്ട് നിങ്ങളെ എനിക്ക് കാണുകയും ചെയ്യാം. എന്നെ നിങ്ങൾക്ക് കാണാൻ വയ്യാതെ വന്നേക്കുന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ മറ്റു ചില ശബ്ദങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നെങ്കിലും സദയം ക്ഷമിക്കുമല്ലോ. നമുക്ക് സമയം അനുവദിക്കുന്നിടത്തോളം ഒരുപക്ഷെ അല്പം ഞാൻ നേരത്തെ നിർത്തിയേക്കും. ഇവിടെ ഗ്രാമാന്തരീക്ഷം ആയതുകൊണ്ട് നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്ന ഒരു ശീലം ഇവർക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ അല്പം നേരത്തെ നിർത്താനും സാധ്യതയുണ്ട്. നമുക്കൊരുമിച്ച് ആവോളം സമയം ദൈവവചനത്തിന്റെ മുമ്പിൽ ആയിരിക്കാമല്ലോ. ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രവും നിങ്ങളേവർക്കും വന്ദനവും അറിയിച്ചുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച് നമുക്ക് പകർത്തി തന്ന വെളിപ്പാട് പുസ്തകത്തിന്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 17-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഓർമ്മ കാണുമല്ലോ. ഇന്നലെ ഒരു ദിവസം നമുക്ക് ഒരു ഇടവേള ലഭിച്ചു എങ്കിൽ കൂടെ മത ബാബിലോണിനെ ദൈവം ന്യായം വിധിക്കുന്ന ഒരു ചിത്രമാണ് നാം അവിടെ കാണുന്നത്. റിലീജിയസ് ബാബിലോൺ ഈസ് ജഡ്ജ്ഡ്. അതാണ് നാം അവിടെ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം 14-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ കഴിഞ്ഞ ദിവസവും നമ്മൾ വായിച്ചതാണ്. ഫ്രം 14 വേഴ്സ് 8 അവിടെ നാം കാണുന്നുണ്ട്. അവിടെ ഏഞ്ചലിക് അനൗൺസ്മെന്റ് ഓഫ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദിസ് ബാബിലോൺ. ഈ ബാബിലോണിന്റെ വീഴ്ചയെ കുറിച്ച് ദൂതന്റെ പ്രഖ്യാപനം 14-ന്റെ 8 നമ്മൾ കണ്ടു. ഇൻ ചാപ്റ്റർ 16 വേഴ്സ് 19, 16-ന്റെ 19 we read God remembered Babylon. എന്ന് വെച്ചാൽ അവളുടെ അകൃത്യങ്ങളെ, ബാബിലോണിന്റെ പാപങ്ങളെ ദൈവം ഓർത്തു എന്ന് വെച്ചാൽ അവളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓർമ്മയായിട്ട് നാം കാണുന്നു. ദൈവം ദൈവത്തിന്റെ ജനത്തെ ഓർക്കാറുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ നാം ഇവിടെ കാണുന്നു ബാബിലോണിന്റെ പാപങ്ങളെ ദൈവം ഓർക്കുന്നു. ഈ 2 വാക്യങ്ങളിലും നാം കാണുന്ന, അല്ലെ ഈ 2 അധ്യായങ്ങളിലും നാം കാണുന്ന കാര്യങ്ങളുടെ വിവരണമാണ് ഈ 17-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. 17-ലും 18-ലും അങ്ങനെ തന്നെ. So in these 2 chapters, especially from in chapter 17 and in 18, we see these things are portrayed, these judgments are portrayed, described. അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
17 അധ്യായത്തിന്റെ 1 വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാമല്ലോ. 17 verse 1. Then one of the 7 angels who had the 7 bowls came and said to me, "Come, I will show you the judgment of the great prostitute who is seated on many waters." Here we see the angel is speaking about or introducing a great prostitute. ഒരു മഹാവേശ്യയെ ഇവിടെ ദൂതൻ പരിചയപ്പെടുത്തുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി, ഇത് ഒരു ആളല്ല, ഒരു വ്യക്തിയല്ല, ഒരു മനുഷ്യ സ്ത്രീയല്ല, ഒരു നഗരമാണ്. We have already seen it's about a city. Even in other parts of the Bible, we see other cities also called prostitute. മറ്റ് നഗരങ്ങളെയും വേദപുസ്തകത്തിൽ നാം ഇതേ പേരിൽ അറിയുന്നതായി കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയേക്കാം. നഹൂം, നമുക്കറിയാമല്ലോ, നിനവയെ കുറിച്ചുള്ള പ്രവാചക പുസ്തകം ഏതാണെന്ന്. എ പ്രൊഫറ്റിക്കൽ ബുക്ക് അബൌട്ട് നിനവേ. ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് അതിന് മുമ്പ് ചോദിക്കണമായിരുന്നു. നഹൂം. നഹൂമിന്റെ പ്രവചനമാണ് നിനവയെ കുറിച്ചുള്ള പ്രവചനം. യോനായുടെ കഥയാ പറയുന്നത്. യോന എന്ന ക്യാരക്ടറിനെ കുറിച്ചാണ് യോനായുടെ പുസ്തകത്തിൽ. അതിനകത്തിലും നിനവയെ കുറിച്ച് ഉണ്ടെങ്കിലും നിനവയെ കുറിച്ചുള്ള പ്രവാചകം നമുക്ക് നഹൂമിന്റെ പുസ്തകത്തില. 3 verse 4, നഹൂം 3:4. And all for the countless warrings of the prostitute, grateful and of deadly charms, who betrays nations with her warrings and people with her charms. Here the city of Nineveh is addressed as prostitute. നിനവേ പട്ടണത്തെ ഇവിടെ വേശ്യ എന്ന് വിളിച്ചിരിക്കുന്നു. മറ്റൊന്ന് ഐശയ്യ 23:15 ഫോളോയിങ്. യെശയ്യ 23:15 മുതൽ. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു. 23:15 തൊട്ട് യെശയ്യാവ്. In that day, Tyre will be forgotten for 70 years, like the days of one king. At the end of 70 years, it will happen to Tyre as in the song of the prostitute. Take a harp, go about the city, O forgotten prostitute, make sweet melody, sing many songs, that you may be remembered. At the end of മതി അവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ടൈറിനെ കുറിച്ച് സോർ, സിദോൻ നഗരങ്ങൾ, സോർ നഗരം, ടൈർ, ഇംഗ്ലീഷിൽ ടൈർ എന്ന് പറയും. അതിനെക്കുറിച്ചും നാം അവിടെ കാണുന്നത് ഒരു വേശ്യയെ കുറിച്ച് പാടുന്നത് പോലെയുള്ള പാട്ട് ഈ സോറിനെ കുറിച്ച്. സോർ, സിദോനൊക്കെ അടുത്ത് കിടക്കുന്ന നഗരങ്ങളാണ്. അപ്പം prostitute എന്ന് ടൈർ ഈസ് കോൾഡ്. ഓൾസോ സമരായ, ദ സിറ്റി ഓഫ് സമരായ, ശമരിയ പട്ടണത്തെയും അങ്ങനെ വിളിച്ചിട്ടുണ്ട്. എസെക്കിയേൽ 23 verse 5, യെഹെസ്കേൽ 23:5. Ohola played the whore while she was mine, and she lusted after her lovers, the Assyrians, warriors clothed in purple, governors and commanders, all of them desirable young men, horsemen riding on horses. ഇവിടെ വിളിക്കുന്ന, പ്രത്യേകിച്ച് പേരെടുക്കിട്ട് വിളിക്കുന്നത് ശമരിയ പട്ടണത്തെയാണ്. അതിന്റെ 11-ാമത്തെ വാക്യം കൂടെ 11.
Her sister Oholibah saw this, and she became more corrupt than her sister in her lust and in her whoring, which was worse than that of her sister. ശമരിയെയും യെരുശലേമിനെയും കുറിച്ചാണ് പറയുന്നത്. സിസ്റ്റേഴ്സ് എന്ന് ഇവിടെ വിളിക്കുന്നത്. 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ജെറൂസലേമിനെ കുറിച്ചാണ്. 5-ാം വാക്യത്തിൽ വായിച്ചത് ശമരിയയെ കുറിച്ച്. So see, the cities of Nineveh, Tyre, Samaria, Jerusalem, all these cities also were called or addressed as prostitute. ഈ നഗരങ്ങളെയെല്ലാം ഇതേപോലെ ഇപ്പോൾ ബാബിലോണിനെ 17:1 വെളിപ്പാട് പുസ്തകത്തിൽ വിളിച്ചതുപോലെ ഈ പട്ടണങ്ങളെയും ഒക്കെ ഈ പേരിൽ വിളിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? All these cities were prey to idolatry. They were playing idolatry. വിഗ്രഹാരാധന എന്ന പാപം നിമിത്തമാണ് ഈ പട്ടണങ്ങളെയെല്ലാം തന്നെ ദൈവം വേശ്യ എന്ന് സംബോധന ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഈ വെളിപ്പാട് 17-ാമത്തെ വാക്യത്തിലും ബാബിലോൺ എന്ന നഗരത്തെ മഹാവേശ്യ എന്ന് വിളിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നഗരത്തിന്റെ മ്ലേച്ഛകരമായ വിഗ്രഹാരാധന എന്ന പാപത്തെക്കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. വിഗ്രഹാരാധന എന്ന പാപത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ ദൈവത്തിനെതിരായിട്ടുള്ള പാപം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. മോസ്റ്റ് സീരിയസ് സിൻ ഓഫ് മാൻ അഗൻസ്റ്റ് ഗാഡ്സ് ഡിവിനിറ്റി. ദൈവത്വത്തിനെതിരായിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ പാപം വിഗ്രഹാരാധനയാണെന്ന് നമ്മൾ ഇതിനോടകം ചിന്തിച്ചിട്ടും പഠിച്ചിട്ടും ഉള്ള വസ്തുതയാണ്. ഓർമ്മ കാണുമല്ലോ. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. ദൈവത്വത്തിനെതിരായിട്ടുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ പാപം വിഗ്രഹാരാധനയാണ്. ഐഡലട്രി, the most worst sin, serious sin of man against God's deity. സോറി. അപ്പൊ മനുഷ്യന്റെ ഈ പാപം, അതിന്റെ തുടക്കത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്നത്. അതിലേക്ക് തുടർന്നും എത്തുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് നാം അടുത്ത വാക്യത്തിൽ കാണുന്നു. ഇപ്പൊ 1-ാം വാക്യം മനസ്സിലായി കാണുമല്ലോ. 17-1. 2-ാമത്തെ വാക്യം. ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവിടെ വീണ്ടും നഗരം തന്നെയാണെന്നതിന് മറ്റൊരു തെളിവ്. പെരുവെള്ളങ്ങളിൽ മീതെ ഇരിക്കുന്ന ഒരു സ്ത്രീ. ഈ പെരുവെള്ളങ്ങളിൽ മീതെ ഇരിക്കുന്ന സ്ത്രീ എന്ന പരാമർശം ബാബിലോൺ എന്ന നഗരത്തെക്കുറിച്ച് അക്ഷരീയമായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ജെരമായ ചാപ്റ്റർ 51 വേഴ്സ് 13. യിരെമ്യാവ് 51-ന്റെ 13-ാമത്തെ വാക്യം. 51:13. 51:13.
O you who dwell by many waters, rich in treasures, your end is come, the thread of your life is cut. Here it's about literal city of Babylon. നമ്മൾ നേരത്തെ തന്നെ കണ്ടു, യൂഫ്രട്ടീസ് നദി നടുവിലൂടെ ഒഴുകുന്ന, അതിൻ്റെ ധാരാളം കൈവഴികളുള്ള, കനാൽസ് ഉള്ള, സ്ട്രീംസ് ഉള്ള ഒരു മഹാപട്ടണമാണ് ബാബിലോൺ. അപ്പൊ ബാബിലോണിനെ അക്ഷരീയമായിട്ട് തന്നെ ഇവിടെ വിളിക്കുന്നു എ സിറ്റി ബിൽറ്റ് നിയർ വെരി മെനി വാട്ടേഴ്സ്. എന്നാൽ ഇവിടുത്തെ അക്ഷരീയ അർത്ഥം നമ്മൾ കണ്ടു. ബാബിലോണിനെ അക്ഷരീയമായിട്ട് അങ്ങനെ വിളിച്ചിട്ടുള്ളപ്പോൾ തന്നെ ഈ 17:2 പറഞ്ഞിരിക്കുന്ന വെള്ളങ്ങളുടെ അർത്ഥം നമ്മൾ 17-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ 15 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്ന് കാണുകയുണ്ടായി. ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പുരുഷാരം എന്ന് വെച്ചാൽ വളരെ ജനസമ്മതിയുള്ള, ധാരാളം പേരുടെ, ധാരാളം ജാതികളുടെ, മെനി പീപ്പിൾസ്, ധാരാളം ജാതികളുടെ അകമ്പടിയുള്ള, സപ്പോർട്ടുള്ള ഒരു പട്ടണം എന്ന നിലയിൽ നമുക്കവിടെ അതിനെ കാണാനായിട്ട് കഴിയുകയുണ്ടായി. എന്നിട്ട് നമ്മവിടെ കണ്ടു ധാരാളം രാജാക്കന്മാരെ തൻ്റെ തൻ്റെ സ്വാധീന മദ്യം കുടിപ്പിച്ച മഹാവേശ്യയെന്നാണ് നാം അവിടെ കാണുന്നത്. വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി. തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി എന്ന് പറഞ്ഞാൽ ഇൻടോക്സിക്കേറ്റിംഗ് the inhabitants of this earth with her harlotry, or with the intoxication or the fermentation of her harlotry, means how this religion, how this city was able to influence the whole earth. മുഴു പ്രപഞ്ചത്തെയും എങ്ങനെ അവൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു, അവളുടെ വളരെ വിസ്തൃതമായ സ്വാധീന വലയത്തെക്കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. സ്വാധീനം, the influence it had on others or even on the very earth. ഭൂമിയിൽ ഉള്ള സകല ജാതികളുടെ മേലും അവൾക്കുണ്ടായിരുന്ന സ്വാധീനം, അത് നിമിത്തം അവൾ എല്ലാവരെയും തങ്കലേക്ക് ആകർഷിച്ചത്, തൻ്റെ മതം, തൻ്റെ വിശ്വാസം ലോകമെങ്ങും പരത്തിയത് ഒക്കെയാണ് നാം അവിടെ കാണുന്നത്. ഇപ്പൊ നമുക്കറിയാം, ലോക സാമ്രാജ്യങ്ങൾ, ഓരോ സാമ്രാജ്യവും ഓരോരോ വിഷയത്തിലായിരുന്നു ലോകത്തെ അടക്കി ഭരിച്ചിരുന്നത്. ഉദാഹരണത്തിന് ഗ്രീസ്, ലോകം മുഴുവനും അലക്സാണ്ടർ പിടിച്ചടക്കി എന്നത് സത്യമാണ്. പക്ഷേ അലക്സാണ്ടർ അല്ലെങ്കിൽ ഗ്രീസുകാർ തങ്ങളുടെ ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കുന്നതിലായിരുന്നു വിജയിച്ചത്. ഗ്രീഷ്യൻസ്, they spread their culture rather than anything. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തെ മുഴുവനും ഗ്രീക്ക് കൾച്ചർ കൊണ്ട്, സംസ്കാരം കൊണ്ട്, ഭാഷ കൊണ്ട് ഗ്രീക്കുകാർ നിറച്ചു. അതൊക്കെ കർത്താവായ യേശുവിന്റെ വരവിനും സുവിശേഷത്തിന്റെ വ്യാപ്തിക്കും വേണ്ടിയൊക്കെയുള്ള ദൈവിക ഒരുക്കമായിരുന്നു. അത് മറുഭാഗം. പക്ഷെ ഗ്രീക്കുകാർ ശ്രദ്ധിച്ചത് അവരുടെ സംസ്കാരം വ്യാപിപ്പിക്കാനാണ്. റോമാക്കാരെ സംബന്ധിച്ച് അവർ സംസ്കാരവും ഭാഷയും ഒന്നുമല്ല വ്യാപിപ്പിക്കാൻ ശ്രമിച്ചത്. അവർ വളരെ ബലവത്തായ സംഗതികളായിട്ട് പിടിച്ചു വെച്ചത് അവരുടെ മിലിറ്ററിയാണ്, അവരുടെ ലോസ്,
അവരുടെ പട്ടാളം, അവരുടെ നിയമങ്ങൾ, അവരുടെ സാമൂഹികമായ ചില കാര്യങ്ങൾ ഒക്കെയാണ്. മറ്റൊന്നിനും അവർ വലിയ പ്രാധാന്യം കൊടുത്തില്ല. അപ്പൊ കണ്ടോ, ലോക സാമ്രാജ്യങ്ങൾ തങ്ങൾക്ക് സ്വാധീനം ഓരോ മേഖലകളിലാണ് വരുത്തിയത്. എന്നാൽ ഇവിടെ അതേപോലെ ഈ ബാബിലോൺ എന്ന് വിളിക്കപ്പെടുന്ന നഗരം അവളുടെ സ്വാധീനം പല മേഖലകളിൽ വരുത്തുന്നു. അതിലൊരു പ്രധാനപ്പെട്ട മേഖലയാണ് മതം അഥവാ വിശ്വാസം അല്ലെങ്കിൽ ആരാധന. ആരാധനാ വിഷയത്തിൽ ഇവൾ ദൈവത്തിനെതിരായി പ്രപഞ്ചത്തെയും ഭൂവാസികളെയും ഒരുക്കിയെടുക്കുന്ന മഹാസ്വാധീന ശക്തിയായിട്ട് അവൾ തീരുകയാണ്. അതാണ് 2-ാം വാക്യത്തിൽ 1-ന്റെ അവസാനവും 2-മായി നമ്മൾ ചേർത്ത് വായിച്ചത്, പഠിച്ചത്. തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കി. അവളുടെ ആ പഠിപ്പീര് കൊണ്ട്, അവളുടെ ഉപദേശം കൊണ്ട് ഭൂവാസികളെ ഒക്കെ സ്വാധീനിച്ചു എന്നർത്ഥം. That much she influenced the entire world, earth, inhabitants of this earth with her teaching or belief. അതാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. 1-ഉം 2-ഉം വാക്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. ഒന്നും 2-ഉം വാക്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല. എങ്കിൽ നമുക്ക് 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. And he Verse carried 3. And he carried me away in the spirit into a wilderness, and I saw a woman sitting on a scarlet beast that was full of blasphemous names, and it had 7 heads and 10 horns. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് John was taken in the spirit to wilderness. മരുപ്രദേശത്തേക്ക് അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് യോഹന്നാൻ ആത്മാവിനാൽ എടുക്കപ്പെടുകയാണ്. രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നുകിൽ ശരീരത്തോടെ, അല്ലെങ്കിൽ തൻ്റെ ആത്മാവിനെ മാത്രം, എന്ന് വെച്ചാൽ തൻ്റെ ചിന്തകളെ, തൻ്റെ ഒരു മരുഭൂമിയിലെ ദർശനം തനിക്ക് ലഭിക്കുന്ന അവസ്ഥ. ഇതിൽ അക്ഷരീയമായി യോഹന്നാനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ യോഹന്നാനെ ആത്മാവിൽ ആ മരുഭൂമിയിലെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് കരുതുന്നതാണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. അപ്പോ യോഹന്നാനെ ദൈവം മരുഭൂമിയിലേക്ക് ആത്മാവിൽ കൊണ്ടുപോയി. ശരീരം പത്മോസിൽ തന്നെയായിരുന്നു. ഇതെല്ലാം പത്മോസിൽ വെച്ച് തന്നെ യോഹന്നാൻ ഉണ്ടായ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ദർശനങ്ങളാണ്. അപ്പം ആത്മാവിന് ഒരു സ്ഥലത്ത് നിന്നും ഒരാളിനെ എടുത്തുകൊണ്ട് പോകാൻ പ്രയാസമൊന്നുമില്ല. നമ്മള് ഫിലിപ്പോസിന്റെ വിഷയത്തിൽ അങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഫിലിപ്പോസിന്റെ വിഷയത്തിൽ അങ്ങനെ കാണുന്നത് പോലെ യോഹന്നാനെയോ ആരെ വേണമെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആത്മാവിന് അങ്ങനെ എടുത്തുകൊണ്ട് പോകാം. അതൊരു പ്രയാസമല്ല. പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം
യോഹന്നാനെ മരുഭൂമിയിലേക്ക് അക്ഷരീയമായിട്ട് എടുത്തുകൊണ്ട് പോയാൽ ആ സമയത്ത് കൊണ്ടുപോയിരുന്നെങ്കിലും ഈ സംഭവങ്ങൾ അന്ന് മരുഭൂമിയിൽ ഇല്ല, അന്ന് ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അക്ഷരീയമായി യോഹന്നാനെ അവിടേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് കാര്യമില്ല. എന്നാൽ യോഹന്നാന് ആ കാര്യങ്ങളുടെ ഒരു അനുഭവം ആത്മാവിൽ നൽകി. ദർശനത്തിൽ യോഹന്നാനെ കൊണ്ടുപോയി എന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ അർത്ഥവത്തായിട്ടുള്ളത്. അപ്പം യോഹന്നാനെ അങ്ങനെ മരുഭൂമിയിലേക്ക് ആത്മാവിൽ കൊണ്ടുപോയിട്ട് കാണിക്കുന്ന ഒരു കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. 7 തലയും 10 കൊമ്പും പിന്നെ ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുഞ്ചുവപ്പുള്ളൊരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെയാണ് നമുക്ക് ഒന്നാമത്തെ വാക്യത്തിൽ കണ്ട മഹാവേശ്യ എന്ന ഒരു ചിത്രീകരണം, ഒരു പേഴ്സോണിഫൈ ചെയ്ത് ആൾ രൂപമായി ഒരു വ്യക്തിത്വം നൽകി നാം കാണുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് ഒരു മൃഗം, 2 ഒരു സ്ത്രീ. ആ മൃഗത്തിന്മേലാണ് സ്ത്രീ ഇരിക്കുന്നത്. ആ മൃഗത്തിന്റെ പ്രത്യേകത നാം ഇവിടെ കാണുന്നുണ്ട്. 7 തല 10 കൊമ്പ്, ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടുംചുവപ്പുള്ള ഒരു മൃഗം. ഈ മൃഗത്തെയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ എതിർക്രിസ്തുവിന്റെ മതപരമായ രൂപമെന്ന് കണ്ടത്. എതിർക്രിസ്തുവിന്റെ മതപരമായ രൂപം നമുക്കിവിടെ കാണാൻ പറ്റും. എതിർക്രിസ്തുവിന്റെ മതപരമായ അല്ലെങ്കിൽ ദ റിലീജിയസ് പിക്ചർ ഓഫ് ദി ആന്റിക്രൈസ്റ്റ്, ദ റിലീജിയസ് പിക്ചർ ഓഫ് ദി ആന്റിക്രൈസ്റ്റ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതിൽ നാം കാണുന്നു 7 തല 10 കൊമ്പ്, ദൂഷണനാമങ്ങൾ, കടുംചുവപ്പ് നിറം. 4 കാര്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. 4 കാര്യങ്ങൾ. ഒന്ന് 7 തല. രണ്ടാമത്തേത് എന്താണ്? 10 കൊമ്പുകൾ. മൂന്നാമത്തേത് ദൂഷണ നാമങ്ങൾ. നാലാമത്തേത് അതിന്റെ നിറം. കടുംചുവപ്പ് നിറം സംബന്ധിച്ച് നാം കാണുന്നത് 4 കാര്യങ്ങൾ. ഇപ്പം ഈ മൃഗം നമുക്കറിയാം, മൃഗത്തെക്കുറിച്ച് നേരത്തെയും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എതിർ ക്രിസ്തു ആണെന്നുള്ളത് നിസ്സംശയം നമുക്കറിയാവുന്ന കാര്യമാണ്. എതിർ ക്രിസ്തു. എന്നാൽ എതിർ ക്രിസ്തുവിന്റെ ഒരു ചിത്രം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എതിർ ക്രിസ്തുവിന്റെ ഒരു ചിത്രം. 7 തല. അതിന്റെ അർത്ഥവും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ നമുക്ക് നോക്കാം. 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാമല്ലോ. 13 verse 1.
And I saw a beast rising out of the sea with 10 horns and 10 heads, with 10 diadems on its horns and blasphemous names on its heads. അവിടെ എന്തൊക്കെ വ്യത്യാസമുണ്ട്? ഇവിടുത്തെ മൃഗത്തിനും അവിടുത്തെ മൃഗത്തിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? Ten diadems ഇല്ല. ഓക്കെ, നോ ഡയഡംസ്, യാ, നോ ക്രൗൺസ്, കിരീടങ്ങളില്ല. അവിടെയും തല എത്രയുണ്ട്? 7. 7, 7 തല. അപ്പോൾ ഈ 7 തലയുടെ അർത്ഥം നമ്മൾ 17-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി. അതിന്റെ 6-ാമത്തെ വാക്യം, 7ആണെന്ന് തോന്നുന്നു നമ്മുടെ. 7-ാമത്തെ വാക്യം വായിച്ചോ. Chapter 13, huh? No, 17. Chapter 17 verse 7. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ഐശ്വര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്നതായ മൃഗത്തിന്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ദൂതൻ യോഹന്നാന് ഈ മൃഗത്തിന്റെ മർമ്മം പറഞ്ഞു കൊടുക്കുകയാണ്. 7 തലയും 10 കൊമ്പും ഉള്ളതായി ഈ സ്ത്രീയെ ചുമക്കുന്ന മൃഗത്തിന്റെ മർമ്മം പറഞ്ഞു തരാം. അതായത് 3-ാം വാക്യത്തിന്റെ അർത്ഥമാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതും ആകുന്നു. മൃഗത്തെ കുറിച്ചുള്ള അടുത്ത വിവരണമാണ്. ഈ മൃഗം പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇനിയും അഗാധത്തിൽ നിന്ന് കയറി വരും, നാശത്തിലേക്ക് പോകും. ഈ മൃഗത്തെ കണ്ടിട്ട് നമ്മൾ 17-ന്റെ 8 പഠിച്ചു. ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ ഈ മൃഗത്തെ കണ്ട് അതിശയിക്കും. അത് നമ്മൾ പഠിച്ചു വിട്ടതാണ്. അപ്പോൾ ഈ മൃഗത്തെ കുറിച്ചുള്ള വിവരണം സമയവും കൂടെ നിങ്ങൾ എനിക്ക് ഒന്ന് അറിയിച്ചു തരണേ, എനിക്ക് കാണാൻ സൗകര്യമില്ല. അപ്പോൾ ഈ മൃഗം പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇനിയും അഗാധത്തിൽ നിന്ന് കയറി വരും, നാശത്തിലേക്ക് പോകും. ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് 9-ാമത്തെ വാക്യത്തെക്കുറിച്ച് ഇവിടെ പറയട്ടെ. ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ട് ഉണ്ട്, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. ഈ മൃഗത്തിന്റെ 7 തല, അതിന് 2 അർത്ഥങ്ങൾ. 8-ാം വാക്യത്തിലേക്ക് നമ്മൾ പിന്നീട് വരും. ഇപ്പോൾ 3-ാം വാക്യത്തെ നമുക്കിവിടെ വ്യാഖ്യാനിക്കാം. ഈ മൃഗത്തിന്റെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ 7 തലയുടെ 2 അർത്ഥങ്ങൾ.
7 തലയ്ക്കുള്ള 2 അർത്ഥങ്ങൾ. ഒന്ന്, സ്ത്രീ ഇരിക്കുന്ന 7 മല. സ്ത്രീ ഇരിക്കുന്ന 7 മല. സ്ത്രീയെ നമ്മൾ കണ്ടു, സ്ത്രീ ആരാണെന്ന് അല്ലെങ്കിൽ എന്താണെന്ന് ഓർമ്മ ഉണ്ടാവുമല്ലോ. സ്ത്രീ അല്ലെങ്കിൽ ഈ വേശ്യ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീ അതെന്താണെന്ന് നമ്മൾ കണ്ടു, ഓർമ്മ കാണുമല്ലോ. വ്യാജമതം. Babylon. ഇല്ല, ലിറ്ററൽ ആയിട്ട് തന്നെ Babylon. ബാബിലോൺ. എ സിറ്റി. City. Yeah. ഒരു നഗരം. അപ്പം ഇത് ഏത് നഗരമാണെന്ന് മനസ്സിലാക്കാൻ അവിടെ ബാബിലോൺ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. നമ്മളതിനെ റിലീജിയസ് ബാബിലോൺ എന്ന് വിളിക്കുന്നു. എന്നാൽ അക്ഷരീയമായി അങ്ങനെ ഒരു നഗരം ഉണ്ടോ? അക്ഷരീയമായി അങ്ങനെ ഒരു നഗരം ഉണ്ടോ? ഈ സ്ത്രീ ഇരിക്കുന്ന 7 നഗരങ്ങൾ, 7 മലകൾ, 7 മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം ഉണ്ടെന്നാണ് ഭൂമിശാസ്ത്രജ്ഞന്മാരും മറ്റും പറയുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം തീർച്ചയായിട്ടും. അങ്ങനെ 7 മലകളിന്മേൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണത്തിന്റെ പേരാണ് റോം. റോം. യെസ്, ഇറ്റ്സ് റോം, ഓഫ് കോഴ്സ്. റോമസ് എന്ന് പറയുന്ന പുരാതനമായ ഒരു പട്ടണമാണ്. ഏതാണ്ട് BC 30 ഇതൊരു സാമ്രാജ്യമായത്. റൂഫസ്, യു ക്യാൻ പ്രസന്റ് ഇറ്റ്. ആ മലകളുടെ പേരും കൂടെ നമുക്കൊന്ന് നോക്കി അങ്ങ് പോകാം. അപ്പം പുരാതന റോമാനഗരം. The ancient city of Rome was built on 7 hills. The original city of Romulus was built on Palatine Hill. Okay, ഒന്നാമത്തെ മലയുടെ പേരാണ് പാലറ്റൈൻ ഹിൽ. അതിൻ്റെ പാലറ്റൈൻ ഹിൽ. രണ്ടാമത്തേത് ക്യാപിറ്റോലൈൻ ഹിൽ. മോൺസ് ക്യാപിറ്റുലോനിസ് എന്നാണ് ലാറ്റിനിൽ. ക്വിറിനൽ ഹിൽ മൂന്നാമത്തേതാണ് വിമിനൽ ഹിൽ. ലാറ്റിനിലുള്ള പേരുകൊണ്ട് മോൺസ് ക്വിറിനാലിസ്, മോൺസ് വിമിനാലിസ്. ഇംഗ്ലീഷിലുള്ള പേരുകളാണ് ക്യാപിറ്റോലൈൻ, ക്വിറിനൽ, വിമിനൽ. എഴുതി കാണുമല്ലോ നിങ്ങൾ. അടുത്തതും കൂടെ മോനെ. അടുത്തതാണ് എസ്ക്വിലൈൻ, ഹിൽ ഓഫ് എസ്ക്വിലൈൻ. ആറാമത്തേതാണ് കെയ്ലിയൻ ഹിൽ, മോൺസ് കെയ്ലസ് ഇൻ ലാറ്റിൻ. അവന്റൈൻ ഹിൽ.
ടൈബർ നദിയുടെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഈ മലകളിൽ മേൽ വസിക്കുന്ന റോമാ നഗരം എന്ന് ചരിത്രത്തിലുള്ള ഭൂമിശാസ്ത്രത്തിലുള്ള വസ്തുതാപരമായ കാര്യമാണ്. ഓക്കെ, എഴുതി കഴിഞ്ഞെങ്കിൽ മാറ്റിക്കാം മോനെ. അപ്പൊ നാം ഇവിടെ കാണുന്നത് 7 മലകളിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന, വസിക്കപ്പെട്ടിരിക്കുന്ന പട്ടണം. അത് റോമാ നഗരമാണ്. BC 30 ലോക സാമ്രാജ്യമായി പടർന്നു പന്തലിച്ച ഈ ടൈഗർ നദിയുടെ അരികിൽ പണിയപ്പെട്ടിരുന്ന ഒരു കൊച്ചു പട്ടണം, അതാണ് പിന്നീട് നൂറ്റാണ്ടുകൾ കൊണ്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് മഹാസാമ്രാജ്യമായി തീർന്നത്. സത്യത്തിൽ ഇന്നും ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുന്ന പട്ടാള ഭരണങ്ങളും നിയമങ്ങളുമൊക്കെ അധികവും റോമൻ സാമ്രാജ്യത്തിൻ്റെതാണ്. പട്ടാള രീതികളും അതിൻ്റെ വിന്യാസങ്ങളും ഒക്കെ. റോമ സാമ്രാജ്യം ഏറ്റവും അധികം അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ പട്ടാളത്തിൻ്റെ ബാഹുല്യം കൊണ്ടും അതിൻ്റെ വിശേഷതകൾ കൊണ്ടുമൊക്കെയാണ്. അപ്പോ ഈ എതിർക്രിസ്തു അതിൻ്റെ 7 തലകളുടെ ചിത്രീകരണം നാം ഇവിടെ കാണുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റോമാ നഗരം. അപ്പോൾ എതിർക്രിസ്തുവുമായിട്ടും പ്രത്യേകിച്ച് ഈ വ്യാജ മതവുമായിട്ടും ബന്ധപ്പെട്ട് റോമിന്റെ പേര് കേൾക്കുന്നെങ്കിൽ, പ്രസംഗകർ പറയുന്നെങ്കിൽ, വേദപഠിതാക്കൾ പഠിപ്പിക്കുന്നെങ്കിൽ അതിശയിക്കാനില്ല. ഈ ഒരു വിശേഷപ്പെട്ട സൂചന അവിടെ കിടക്കുന്നു. മനസ്സിലായി കാണുമല്ലോ. പിന്നെ 7 തലയുടെ രണ്ടാമത്തെ അർത്ഥമാണ് അത് 7 രാജാക്കന്മാരുമാകുന്നു. 7 രാജാക്കന്മാർ. അതിനും 2 വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. 2 വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. ഒന്നാമത്തെ വ്യാഖ്യാനം റോമിലെ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന്റെ 7 സാമ്രാട്ടുകൾ, 7 empires of the Roman Empire. 7 emperors of the Roman Empire. റോമൻ സാമ്രാജ്യത്തിന്റെ 7 സാമ്രാട്ടുകളായിട്ട് നമുക്ക് ഇവരെ കാണാം. 7 രാജാക്കന്മാരെന്ന് പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് വേദപഠിതാക്കൾ പറയുന്നത്, അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചോ. 10ാമത്തെ വാക്യം. They are also 7 kings, 5 of whom have fallen. One is, the other has not yet come, and when he does come, he must remain only a little while. ഇതിൽ 7 പേർ, അതിൽ 5 പേര് ഉണ്ടായിരുന്നു. 6ാമൻ ഇപ്പോഴുണ്ട്. 7ാമൻ വന്നിട്ടില്ല. അവൻ വന്നാൽ അല്പകാലത്തേക്ക് ഇരിക്കേണ്ടതാകുന്നു. ഇങ്ങനെയാണ് ആ 7 രാജാക്കന്മാരെ പറ്റി നാം കാണുന്നത്. അതിനെക്കുറിച്ച് വേദപഠിതാക്കൾ പറയുന്നത്, അഗസ്തുസ് കൈസർ, രണ്ടാമത് ടൈബീരിയസ് സീസർ, 3ാമൻ ഗായസ്, 4ാമൻ ക്ലൗദിയസ് കൈസർ,
അഞ്ചാമൻ നീറോ. മറ്റൊരുത്തൻ വെസ്പേഷ്യൻ. ടൈറ്റസ്. പിന്നൊരുത്തനുള്ളത് ടൈറ്റസ്. അപ്പോൾ തന്നെ അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. As for the beast that was and is not, it is an eighth, but it belongs to the seventh, and it goes to destruction. ഈ മൃഗത്തെ സംബന്ധിച്ചോ എഴുവരിൽ ഉൾപ്പെട്ടവനാണ്, അപ്പോൾ തന്നെ എട്ടാമനായിട്ടുള്ളവനാണ്. എഴുവരിൽ ഉൾപ്പെട്ടവൻ, അപ്പോൾ തന്നെ എട്ടാമൻ. അപ്പം 7 തലകൾ, ഓക്കെ. ഞാൻ ഒന്നും കൂടെ രാജാക്കന്മാരുടെ പേരുകൾ വായിക്കാം. അഗസ്റ്റസ് സീസർ, ടൈബീരിയസ് സീസർ, ഗായസ് സീസർ, ക്ലൗഡിയസ്, നീറോ, വെസ്പേഷ്യൻ ആൻഡ് ടൈറ്റസ്. ഓക്കെ. അപ്പം ഈ മൃഗം ഈ 7 പേരിൽ, ഓക്കെ, 7 പേരിൽ ഉൾപ്പെട്ടവനാണ്, അപ്പോൾ തന്നെ എട്ടാമനുമാണ്. ഇനി അതിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം കൂടെ, ഈ രാജാക്കന്മാരുടെ രണ്ടാമതൊരു വ്യാഖ്യാനം കൂടെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. രാജാക്കന്മാർ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കുറെ കൂടെ എനിക്ക് അർത്ഥവത്തായിട്ട് തോന്നുന്നത് സാമ്രാജ്യങ്ങൾ എന്ന് ചിന്തിക്കുന്നതാണ്. റാദർ ദാൻ കിങ്സ്, ഇറ്റ് ഈസ് കിങ്ഡംസ്. നമ്മൾ അത് കണ്ടിട്ടുണ്ട്. അസീറിയൻ എംപയർ, ഈജിപ്ഷ്യൻ എംപയർ, ബാബിലോണിയൻ എംപയർ, മേദ്യ പേർഷ്യ, then ഗ്രീസ്, റോം. 6 എണ്ണം. 5 പേര് വീണുപോയി. ഒരുത്തൻ ഇപ്പോഴുണ്ട്. ഒരുത്തൻ വരാനിരിക്കുന്നു. ആ വരാനിരിക്കുന്നത് മറ്റുള്ളവരിൽ ഉൾപ്പെട്ട ഒരുത്തൻ തന്നെയാണ്. വീണുപോയത് അസീറിയ, ഈജിപ്റ്റ്, ബാബിലോൺ, മേദ്യ പേർഷ്യ ആൻഡ് ഗ്രീസ്. ഈ 5 എണ്ണം യോഹന്നാൻ ഈ വെളിപ്പാട് കാണുന്ന സമയത്ത് അവസാനിച്ചതാണ്, അസ്തമിച്ചതാണ്, കഴിഞ്ഞു പോയതാണ്. യോഹന്നാൻ ഇത് പറയുമ്പോൾ ഉള്ളത് റോമാണ്. റോം. ഇനി ഒരുത്തൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ വരാനിരിക്കുന്നവൻ റിവൈവ്ഡ് റോം, പുനരുദ്ധരിക്കപ്പെടുന്ന റോം, അല്ലെങ്കിൽ ഉദ്ധാരണം പ്രാപിക്കുന്ന, നവോത്ഥാനമുണ്ടാകുന്ന ഒരു റോം, എ റിവൈവ്ഡ് റോം ഈസ് യെറ്റ് ടു കം. That will be in continuation to the ancient Rome.
പഴയ റോമിന്റെ പിന്തുടർച്ചയായി തന്നെയാണ് ഈ വരുവാനുള്ള റോമും ഇരിക്കുന്നത്. എനിക്ക് രാജാക്കന്മാരെക്കാൾ രാജ്യങ്ങൾ എന്ന നിലയിൽ ഇതിനെ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ശരിയായിട്ട് തോന്നുന്നത്. ഈ രണ്ട് വ്യാഖ്യാനങ്ങളും രാജ്യം എന്നതിനുണ്ട്, രാജാക്കന്മാർ എന്നതിനുണ്ട്. കൺഫ്യൂഷൻ ഇല്ലല്ലോ ആർക്കും? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ മൃഗത്തിന്റെ 7 തല, അതിൻ്റെ 2 അർത്ഥങ്ങൾ. ഒന്നാമത്തെ അർത്ഥം സ്ത്രീ ഇരിക്കുന്ന 7 മലകൾ. സ്ത്രീ ഒരു പട്ടണത്തെ കുറിക്കുന്നു. അതുകൊണ്ട് ആ സ്ത്രീ ഇരിക്കുന്ന 7 മലകൾ എന്ന് പറഞ്ഞാൽ 7 മലകളിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന നഗരം എന്നർത്ഥം. അവിടെ ഈ വ്യാജ മതത്തെ, ഈ വേശ്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ പട്ടണത്തെ അക്ഷരീയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റോമൻ നഗരമാണെന്നുള്ളതാണ്. റോം എന്ന മഹാനഗരം. ഇന്ന് അതിന്റെ കേന്ദ്രീകൃതമായ സ്വഭാവങ്ങളൊക്കെ നമുക്കറിയാം. രണ്ടാമത്തെ അർത്ഥം, 7 തലകളുടെ രണ്ടാമത്തെ അർത്ഥമാണ് അത് 7 രാജാക്കന്മാരാണെന്ന്. 7 രാജാക്കന്മാർ. ആ 7 രാജാക്കന്മാർ, അതിന് 2 വ്യാഖ്യാനങ്ങൾ നമ്മൾ കണ്ടു. റോമൻ സാമ്രാജ്യത്തിലെ 7 ചക്രവർത്തിമാരുടെ പേരുകൾ. അതുപോലെ തന്നെ മറ്റൊരർത്ഥം നമ്മൾ കണ്ടത് 7 ലോക സാമ്രാജ്യങ്ങൾ, 7 വേൾഡ് എംപയേഴ്സ്. 5 പേർ വീണുപോയി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവിടെ ചേരുന്നുണ്ട്. ഒരുത്തൻ ഇപ്പോഴുണ്ട് എന്നത് റോമിനെയും, ഒരുത്തൻ വരാനിരിക്കുന്നു, അവൻ അല്പകാലത്തേക്ക്, കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു എന്ന മലയാളത്തിൽ അല്പസമയത്തേക്ക്. നമുക്കറിയാം ഏതാണ്ട് ഒരു 7 വർഷത്തേക്കെന്നുള്ളത്. അത് റിവൈവ്ഡ് റോം. മുമ്പുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ റോം, ഈ 7 സാമ്രാജ്യങ്ങളും അല്ലെങ്കിൽ ഈ 6 സാമ്രാജ്യങ്ങളും മുമ്പുണ്ടായിരുന്നവയാണ്. അവയുടെ ഒരു പിന്തുടർച്ച പോലെ മാത്രമാണ് റിവൈവ്ഡ് റോം, പുനരുദ്ധരിക്കപ്പെടുന്ന റോം വരാനിരിക്കുന്നത്. അപ്പോൾ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച്, എതിർ ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ നാം കാണുന്ന ചിത്രം ഈ നിലയിലാണ്. ദൂഷണനാമങ്ങൾ നിറഞ്ഞ, ദൂഷണനാമങ്ങളുള്ള, ബ്ലാസ്ഫെയ്മസ് ആയിട്ടുള്ള, ദൈവദൂഷണം കൊണ്ടാണ് ഈ മതത്തിന്റെ കെട്ടിപ്പടുക്കൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ 17ന്റെ ഈ വാക്യങ്ങൾ നാം മനസ്സിലാക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇത് റോമാ നഗരത്തെ, പേര് ബാബിലോൺ എന്ന് കൊടുത്തിരിക്കുന്നെങ്കിലും അർത്ഥത്തിൽ അക്ഷരികമായ ബാബിലോൺ നഗരം എന്നതിനേക്കാൾ ബാബിലോണ്യ നഗരത്തിന്റെ സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന റോമാ പട്ടണമാണെന്ന്. ഈ അർത്ഥത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്ന സിമറാമീസിന്റെ കാര്യങ്ങൾ, നിമ്രോദുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൂടുതൽ പ്രസക്തമാകുന്നത്. ഞാൻ കരുതി ഇതും കൂടെ പറഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയിലേക്ക് വന്നാൽ ചിലപ്പോൾ കുറച്ചുകൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. എന്തുകൊണ്ട് റോമാ പട്ടണം എന്ന് അതിൽ കൂടെയും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ അവസാന വാക്യം കൂടെ വായിച്ചാട്ടെ, 17ന്റെ ലാസ്റ്റ് വേഴ്സ്. And the woman that you saw is the great city that has dominion over the kings of the earth. അവിടെ കുറെ കൂടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, the woman you saw is a city.
the great city which has influence upon the kings of the earth. ഭൂരാജാക്കന്മാരുടെ മേൽ എന്ന് വച്ചാൽ ഭൂമിയിലെ ഭരണാധിപന്മാരുടെ മേൽ സ്വാധീനമുള്ള മഹാനഗരമാണ് നീ കണ്ട സ്ത്രീ. അപ്പോൾ അതൊരു വ്യക്തിയല്ല, നഗരമാണ്. പണ്ട് പുരാതന കാലം മുതൽ ഏതാണ്ട് BC 9-ാം നൂറ്റാണ്ട് മുതൽ BC ഏതാണ്ട് 9th century തൊട്ട് ഇങ്ങോട്ട് ലോകത്തെ സ്വാധീനിച്ച മതം എന്നുള്ളത് ബാബിലോണ്യ മതമാണ്. നമുക്കതിന്റെ വിശദാംശങ്ങൾ ദൈവം വെച്ചാൽ നാളെ നോക്കാം. കഴിഞ്ഞ ദിവസം നോക്കിയതിന്റെ തുടർച്ചയായിട്ട്. അപ്പോൾ അത് കുറെ കൂടെ വ്യക്തമാകും. അങ്ങനെ ആ ബാബിലോണ്യ മതമാണ് BC ക്രിസ്തുവിന് മുമ്പ് 9-ാം നൂറ്റാണ്ട് മുതലേ ലോകത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തിയത്. അതുപോലെ ഈ കാലത്ത് ലോകത്തിന്റെ മേൽ സ്വാധീനം ചെലുത്തുന്ന നഗരം റോം ആണെന്ന് നമുക്ക് ഇവിടുത്തെ ചിത്രീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ കൂടിക്കലർന്ന് പലപ്പോഴും റോം നഗരത്തെയും റോമ മതത്തെ ഒക്കെ പല പ്രസംഗകരും എടുത്ത് പറയാറും പഠിപ്പിക്കാറുമുള്ളത്. ഏതായാലും ഇത് പഠന വിഷയമാണെങ്കിലും നമുക്ക് കാര്യമായിട്ടുള്ളത്, ഇതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് കർത്താവിന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമമാണ്. ഇതെല്ലാം നമ്മൾ പഠന വിഷയമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. We take these as a lesson to learn, just learning. As long as we are here on earth, it is better to learn the Bible in all the available possible ways. അത് നാം ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ശ്രദ്ധ മുഴുവനും കാതലായി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിന്റെ അടുക്കലേക്കുള്ള നമ്മുടെ മീറ്റിംഗ് ടുഗെദർ, സമാഗമത്തിലാണ്. അതുകൊണ്ട് ആ ശ്രദ്ധ ഇതിലൊന്നിലേക്കും തിരിഞ്ഞും പതറിയും പോകാതെ നമ്മുടെ കർത്താവിന്റെ വേഗത്തിൽ നടക്കാനിരിക്കുന്ന മേഘപ്രത്യക്ഷതയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം വെറുക്കുന്ന ഒരു തരത്തിലുമുള്ള വിഗ്രഹാരാധനകളിലേക്ക് നാം തിരിയാതെ കർത്താവിൽ, ദൈവത്തിന്റെ വചനത്തിൽ ആഴത്തിൽ വേരൂന്നിയവരായി മുൻപോട്ട് പോകുവാൻ നമുക്ക് സമർപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് ഞാനിവിടെ നിർത്തുന്നു. സംശയം നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. നാളെ നമുക്ക് ആദ്യമേ തന്നെ ആ കാര്യങ്ങൾ നോക്കാം. ഇവിടുത്തെ സാഹചര്യം കൊണ്ട് ഇപ്പോൾ ഞാൻ ചോദ്യത്തിന് അവസരം തരുന്നില്ല. എങ്കിലും നിങ്ങൾ കുറിച്ചു വയ്ക്കുക. ഒന്നുകിൽ വാട്സപ്പിൽ അയക്കാം, അല്ലെങ്കിൽ നാളെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ചോദിക്കാം. നമുക്ക് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.